ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേലക്കാരിയോട് ചേച്ചിന്ന് വിളിക്കണ്ട, കൊച്ചമ്മേന്നോ മേഡമെന്നോ വിളിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ അടിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് മക്കൾ കയറി വരുന്നത്. മക്കൾ കയറി വന്നിട്ട് ഇത് എന്നതാ അമ്മയെന്ന് ചോദിച്ചു. അമ്മ എന്നത്തിന് വേണ്ടാത്ത പണിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിന് ഞാൻ എന്നെ വേണ്ടാത്ത പണി അടി ചെയ്യുന്നതെന്ന് ചോദിച്ചു ബബിതയോട് വൈജ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അത് ഞാനല്ല, ഈ സുനിതയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി മുതൽ ഈ പണിയൊക്കെ സുനിത ചെയ്തോളൂ എന്നും വൈജ പറയുക. ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അതിനെന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിച്ചു ബബിത. ഇപ്പം ഈ ചേച്ചിയുടെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു എന്നും ബബിത ചോദിക്കുക. അപ്പോൾ ഒരു ജോലിക്കാരിയെ പറഞ്ഞുകൊണ്ട് വേറൊരു സെർവൻറ്റ് വരുന്നത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ, പിന്നെന്താ നിൻ്റെയൊക്കെ പ്രശ്നം എന്നും ചോദിച്ചുകൊണ്ട് വൈജ കിടന്ന് തുള്ളുവാണ് പിള്ളേരുടെ മുന്നിൽ. പിന്നെ വേലക്കാരിയും കൂലിക്കാരിയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നിന്നെയൊക്കെ പ്രസവിച്ച് നിൻ്റെയൊക്കെ മലമൂത്രവും വാരി ഈ വീട്ടിലെ സകല ജോലിയും ചെയ്തിട്ടുണ്ട് ഞാനെന്ന് വൈജ പറയുക. അതുകൊണ്ട് ഇവിടെ എന്തു വേണം, ആര് വേണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കാനേ വൈജയന്തിക്ക് ആരുടെയും സപ്പോർട്ട് വേണമെന്നില്ല. മനസ്സിലായോ എന്ന് ചോദിച്ചു. അന്നേരം മനസ്സിലായേ, വേറെന്തെങ്കിലും പുതിയ ഭരണപരിഷ്കാരങ്ങളും എല്ലാം ഉണ്ടോന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ബബിത പറഞ്ഞപ്പോൾ ഉണ്ട്, ഇനിയും ഉണ്ട്. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കള ജോലിയൊന്നും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഈ പോയ മൊറ്റവക്കേ കാല് നീട്ടിരുന്ന് സൂയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പലതും പറഞ്ഞു മയക്കി ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ കാലമൊക്കെ കഴിഞ്ഞു. അവളുടെ പരിഷ്കാരങ്ങളൊന്നും ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് വൈജ പിള്ളേരോടായിട്ട് പറയാം. നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാ, അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതിയെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ബബിതയും കൃഷ്ണയും. വൈജയന്തിയാണ് ഈ വീട്ടിലെ കുടുംബനാഥ. ഞാൻ പറയുന്നത് പോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പം അതോടെ അമ്മയ്ക്ക് സമാധാനവും സന്തോഷം ആവോ എന്ന് ബബിത ചോദിച്ചു. ആകും. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ ഇത് ആരോട് ഈ മത്സരിക്കുന്നതെന്ന് ചോദിച്ചു ബബിത. ആരെയായി തോൽപ്പിക്കാൻ അമ്മ നോക്കുന്നേ? ബബിതേ, കൂടുതൽ സംസാരിച്ച് തർക്കിച്ച് വെറുതെ ആരോഗ്യവും സമയവും കളയാൻ നിൽക്കണ്ടെന്ന് വൈദ്യ ബബിതയോട് പറയാം. നീ എന്നോട് തിരിച്ച് സംസാരിക്കാറായിട്ടില്ല എന്നും പറഞ്ഞു. നീയൊക്കെ ചെലവിന് തരുന്ന കാലത്ത് അന്ന് നിൻ്റെയൊക്കെ ചെലവിൽ ജീവിക്കേണ്ടി വരികയാണെങ്കിൽ അന്ന് നോക്കാം നിൻ്റെയൊക്കെ സൗകര്യം. അതുവരെ എൻ്റെ സൗകര്യത്തിന് ഞാൻ പറയുന്നത് പോലെ ജീവിച്ചോളണം. പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിച്ചു ബബിതയോട് പറയുമ്പം ഇതന്നെ പട്ടാള ഭരണോ, ഒരു മര്യാദയൊക്കെ വേണ്ട അമ്മയെന്ന് ചോദിച്ചു ബബിത. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നീ നിന്റെ പണി നോക്ക് ബബിതേ, വെറുതെ എൻ്റെ തലയിലോട്ട് കയറാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ച വയ്ക്കല്. നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആയതെന്നും പറഞ്ഞു. ബബിത ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ബബിത അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണ ഞാൻ നിൽക്കും. അപ്പോൾ സുനിതേ, ഇന്ന് സാമ്പാറും ഒരു തോരനും ഒരു മുട്ട ചിക്കിയതും കൂടെ വെച്ചോ, അതും മതി. അപ്പോൾ ശരി കൊച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി നിൽക്കുക. പിന്നെ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വേറെ ആളെ നോക്കും. അയ്യോ, ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എൻ്റെ കൊച്ചമ്മേ, ഞാൻ ഇതിനു മുന്നേ നിന്ന വീട്ടിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോ. അപ്പോൾ എനിക്ക് നിൻ്റെ കണ്ടൻറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാനൊന്നും താല്പര്യമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. നിനക്ക് സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. ഞാൻ ഇരിക്കട്ടെ, ഭക്ഷണം റെഡിയാകുമ്പോൾ നീ വിളിക്കുക. എന്നും പറഞ്ഞ് പുള്ളിക്കാർ ജോലിക്ക് നിൽക്കുന്നു. കൃഷ്ണ ഇങ്ങനെ നിൽക്കുക. നീ പോയില്ലേ, നിനക്ക് പഠിക്കാനൊന്നുമില്ല കൃഷ്ണേ എന്ന് ചോദിച്ചുകൊണ്ട് വൈജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. കൃഷ്ണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ അമ്മ എന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നതെന്ന് കൃഷ്ണ ചോദിച്ചു. ചുമ്മാതാണോടി, നിനക്കൊക്കെ എത്രമാത്രം പഠിക്കാനുണ്ടടി? ആ സമയത്ത് അടുക്കളപ്പണിയും വീട്ടുപണിയും ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോടി എന്ന് ചോദിച്ചു വൈജ. അപ്പോൾ പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വീട്ടിലെ പണികളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് കൃഷ്ണ പറയാം. അപ്പോൾ ഞാനും ബബിതേച്ചിയും റോഹിയേട്ടനും ആലിന ചേച്ചിയും കൂടെ ഒത്തുചേർന്ന് പടയെന്ന് തീരുമായിരുന്നു എല്ലാ പണി. പഠിക്കാനൊക്കെ മുമ്പത്തേക്കാളും സമയം ഉണ്ടായിരുന്നു എന്ന് കൃഷ്ണ പറയുമ്പം പഠിക്കാൻ ഒരിത്തിരി സമയം കൂടുതൽ കിട്ടിയാൽ എന്തായാലും കുഴപ്പം. അതുപോലെ തന്നെ രോഹിത്തിനെ കൊണ്ട് നിങ്ങൾ അടുക്കളപ്പണി ചെയ്യിക്കുന്നതൊക്കെ വലിയ കേമാണെന്നാണോ നീയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ കണ്ടു, നിൻ്റെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. അവൻ്റെ ആങ്കൊച്ചല്ലടി ഒന്നുമില്ലെങ്കിലും. അതെന്താ, ആമ്പിള്ളേർ വീട്ടുജോലി ചെയ്ത് എന്താ കുഴപ്പം? അവരുടെ കൈ ഒടിഞ്ഞു പോകുമെന്ന് കൃഷ്ണ ചോദിച്ചു. അന്യ വീട്ടിലൊന്നും അല്ലല്ലോ, സ്വന്തം വീട്ടിലല്ലേ ചെയ്യുന്നത്, സ്വന്തം സഹോദരിമാർക്ക് വേണ്ടിയിട്ടല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. രോഹിയേട്ടനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചോറും കറിയും സാമ്പാറും പുളിശ്ശേരിയും അവിയലും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അലീന ചേച്ചി പഠിപ്പിച്ചു കൊടുത്താന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണേ, അവളുടെ പേരിന് ഈ വീട്ടിൽ മിണ്ടി പോയേക്കരുത്, എനിക്ക് വിറഞ്ഞു കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു സമ്പ്രദായം ഉണ്ടാക്കി വെച്ചേക്കുന്നു. അമ്മേ, ആരെങ്കിലും ചെയ്യുന്നതോ പറയുന്നതോ നല്ല കാര്യമാണെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ന്യായവും നീതി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ എന്താ അമ്മയ്ക്ക് ഇത്ര പ്രശ്നം? എന്താ അമ്മയ്ക്ക് ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചു.
അത് വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വൈജ ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴും ഉള്ള സത്യം പറയാമല്ലോ അമ്മ, അമ്മ ഇന്നേ വരെ ആരെങ്കിലും ചെയ്തൊരു നല്ല കാര്യം അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ചെയ്യും, കമലാൻറ്റിയുടെ വക എന്തെങ്കിലും കൊനഷ്ടിന്. അപ്പം നീ എനിക്ക് കൂടുതൽ ക്ലാസ് ഒന്നും എടുക്കാൻ വരണ്ട കേട്ടോ. ആമ്പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പറയുന്നത് ന്യായം കേട്ടില്ലേ എന്നും പറഞ്ഞ് വൈജ. ആൺകുട്ടികൾ പാചകം ചെയ്തെന്ന് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് നിനക്കറിയാവോ? അവനൊക്കെ പെണ്ണ് കിട്ടുമ്പോൾ അച്ചിമാർക്ക് വെച്ച് വിളമ്പേണ്ടി വരുമെന്ന കാര്യം വൈജ. രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവുന്ന ആണുങ്ങൾക്കേ അവരുടെ ഭാര്യമാർ വെച്ച് കൊടുത്ത ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അവന്മാരുടനെ അവളുമാരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങും. അത് തന്നെ ഓരോ തരമെന്ന് കണ്ട് അവളുമാർക്ക് ഇണക്കത്തിലൊട്ടി ജോലി ചെയ്യിക്കുകയും ചെയ്യും. അപ്പോൾ അതിനിപ്പോൾ എന്താമ്മേ കുഴപ്പമെന്ന് ചോദിച്ചു. നിന്റെ അച്ഛനോട് ഇന്ന് ചോദിക്കാൻ പറഞ്ഞു. എടീ, ആ മനുഷ്യൻ ഇന്നേ വരെ ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ്സെങ്കിലും കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് വൈജ ചോദിക്കാം. അച്ഛനെ പഠിപ്പിക്കാൻ ഒരു അലീന ചേച്ചി ഇല്ലാണ്ടായിപ്പോയി, അത്രേ ഉള്ളൂ കാര്യം. രോഹിത്തിനെ പഠിപ്പിച്ച സമയത്ത് ആകാമായിരുന്നല്ലോ. അതെങ്ങനെ നടക്കും? നിങ്ങൾ 3 പേരെയും കൊണ്ട് ഈ വീട്ടിലെ സകല പണിയും ചെയ്യിച്ച് സപ്രമഞ്ച കട്ടിലെ കിടന്ന് സൂഹിക്കുമല്ലായിരുന്നു അവള്. അമ്മ ബബിതേച്ചിയോട് പറഞ്ഞതാ സത്യം. അമ്മയുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേസ്റ്റ് ഓഫ് ടൈം ഓഫ് എനർജിയാ. മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത്രയും പൊല്യൂഷൻ കുറയുമായിരിക്കുമല്ലോ ഈ വീട്ടിലെ അന്തരീക്ഷത്തിന് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചവിടെ നിന്ന് അങ്ങ് പോയി. എടി എന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ അവിടെ നിൽക്കുക. അയ്യോ, ഒരു രക്ഷയില്ല വൈജയെക്കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലനെ കേട്ടോ. ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു, പത്രം വായിച്ചുകൊണ്ട്. അപ്പോൾ ബാലൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ബാലൻ ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പോൾ എടുത്ത് നോക്കി അതവിടെ വെച്ചു. ഈ കസ്റ്റമർ കെയർ ഇത്ര നേരത്തെ തന്നെ പണി തുടങ്ങിയോ എന്നും ചോദിച്ച് ഫോൺ അവിടെ വെച്ചു. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് വന്നു. ബബിത വന്നപ്പോൾ അച്ഛനിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ബബിതയുടെ മുഖത്ത് ഭയങ്കര സങ്കടം. എന്തുറ്റി ഇന്നെന്നതാ പുതിയ പ്രശ്നമെന്ന് ചോദിച്ചു. അച്ഛൻ എന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഈ അമ്മ ഇവിടെ എന്നെയൊക്കെയാണ് കാണിക്കുന്നത്? അച്ഛൻ്റെ സമ്മതത്തോടെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയാണ്ട് ഞാൻ എന്നാ പറയും? നീ ആദ്യം പ്രശ്നം എന്നാന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് പരിഹാരം കാണാം നമുക്ക്. പറ. ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നും പുതിയ വേലക്കാരിയെ വെച്ചു. അവരുണ്ടാക്കിയത് തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല. അലീന ചേച്ചി പറഞ്ഞതൊന്നും ഞങ്ങൾ ചെയ്യാനും പാടില്ല. അലീന ചേച്ചി പഠിപ്പിച്ചതൊന്നും ഇവിടെ ഫോളോ ചെയ്യേണ്ടെന്നാ അമ്മയുടെ തീരുമാനം. അത് കേട്ടപ്പം ഇപ്പം എന്താണ് നിങ്ങളുടെ പ്രശ്നം? പുതിയ സെർവൻ്റ് ഉണ്ടാക്കിയതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണോ, അതോ അലീന പഠിപ്പിച്ചതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ അച്ഛാ? അച്ഛന് നല്ലതുപോലെ അറിയാലോ എല്ലാ കാര്യങ്ങളും. എന്നിട്ടല്ലേ അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ വന്നേ ഇവിടെ ഇരുന്നേ എന്നും പറഞ്ഞ് വിളിച്ച് കൊച്ചിനെ അടുത്തിരുത്തിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. അതെ, അലീന ഇവിടെ നിന്ന് പോയതെന്തിനാ? എനിക്കറിയത്തില്ല. എനിക്കിപ്പോഴും അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് ബബിത പറയുമ്പം നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾ അമ്മയില്ലാതെ ജീവിക്കാതിരിക്കാനും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാനും വേണ്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതിനാണ് പോയതെങ്കിൽ അത് മണ്ടത്തരമാണെന്ന് ഞാൻ അന്നേരവും പറഞ്ഞിട്ടുണ്ട്. അലീന ചേച്ചി ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം തീരുമോ? ഇവിടുത്തെ പ്രശ്നം തീരണമെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരണം. ഈ രണ്ടിടത്തായിട്ടുള്ള ജീവിതവും നിർത്തണം. ഒരാൾ മേളത്തെ നെല്ലിലും ഒരാൾ താഴെയും. അപ്പോൾ ദേ ബാലൻ ഇങ്ങനെ നോക്കുവാണ് കൃഷ്ണയെ. അപ്പോൾ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. നേരത്തെ അമ്മ എന്ത് പൊട്ടത്തരം കാണിച്ചാലും മോശമായിട്ട് പെരുമാറിയാലും പ്രതികരിക്കാതെ അമ്മ പറയുന്നത് അനുസരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും അലീന ചേച്ചി വന്നതിന് ശേഷം അച്ഛൻ മാറിയെന്ന് അമ്മ പറയുന്നത് ശരിയാ. അപ്പോഴാ അച്ഛൻ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയതെന്ന് ബബിത പറയുന്നു. അല്ലെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കുമായിരുന്നു. എന്തിന്? ഞങ്ങളുടെ കാര്യത്തിൽ പോലും അങ്ങനെ ആയിരുന്നില്ലേ അച്ഛൻ എന്നൊക്കെ ബബിത ചോദിക്കുമ്പം ശരിയാ, മോള് പറഞ്ഞതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അലീന വരുന്നത് വരെ അച്ഛൻ അങ്ങനെ ആയിരുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ അടിസ്ഥാന സ്വഭാവം മാറ്റി അവൻ മറ്റൊരാളിലേക്ക് മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അത് അവൻ്റെ ജീവിതത്തിൽ ആ മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. ആ സമയം മാറും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് എൻ്റെ ധാരണകളും ശീലങ്ങളും ഒക്കെ മാറ്റേണ്ടതായിട്ട് വന്നു. ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. പുറത്ത് വരേണ്ട സമയത്ത് പുറത്ത് വന്നേ ഉള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. പിന്നെ അലീന പഠിപ്പിച്ചത് അടുക്കള പണിയിൽ നിന്ന് ബാക്കിയുള്ള പണി എന്നുള്ള ആ ഒരു ഇതിൽ നിന്നൊക്കെയല്ലേ അവൾ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്പേസിൽ അതെല്ലാം നിങ്ങൾ ചെയ്യ്. അവിടെ ആരും വന്ന് തടയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമല്ലോ എന്നും ബാലൻ ഇങ്ങനെ ബബിതയോട് പറയുക. രോഹിയും കൃഷ്ണ എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ പണിയിൽ നിന്ന് പിരിച്ചു വിട്ടത് കൊണ്ട് എല്ലാവരും വിഷമിച്ച് ഓരോരോ റൂമിൽ പോയി കുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി ഒരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് ബാലൻ. അപ്പം ശരിക്കും നമുക്ക് പോവാന്നേ.
എല്ലാവരും റെഡി ആയിക്കോ, എല്ലാവരുടെ സങ്കടവും മാറ്റിയേക്കാം, അവരോട് റെഡിയാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ പറയാം അച്ഛാ, അച്ഛൻ പറ്റിക്കത്തില്ലല്ലോ അല്ലേ? ഇല്ലടി ചെല്ല് എന്നും പറഞ്ഞ് ബബിതയെ പറഞ്ഞു വിടുക. അപ്പോൾ അലീനയോടെ വൈജി ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മളത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവളുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഫലം കണ്ടാലോ. അപ്പോൾ ആലോചിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ബബിത എന്നാൽ പിന്നെ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബാലൻ അവിടെ ഇരിക്കുന്നു, പിള്ളേർ റെഡിയാകാൻ പോയി. ഈ സമയം കൊണ്ട് ഡൈനിങ് ടേബിൾ നിറച്ച് ഭക്ഷണവും സാധനങ്ങളും എല്ലാം കൊണ്ട് നിരത്തി വെച്ചിരിക്കും. ഇത് കണ്ടുകൊണ്ട് ആ വൈജി അങ്ങോട്ടേക്ക് വരുന്നേ. ഇത് കണ്ട് വൈജി അന്തം വിട്ടിങ്ങനെ നോക്കുക, എല്ലാം പൊക്കിയും തുറന്നു നോക്കി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവിടെ എന്നാ കല്യാണമാണോടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വെച്ച് വിളമ്പി തന്നിട്ട് ആരും ഒരു കുറ്റവും കുറവും പറയത്തില്ല, കൊച്ചമ്മ എല്ലാവരും ഊണ് കഴിക്കാൻ വിളിക്കുക, വെറുതെ ഇരുന്ന് തണുത്ത് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് വൈജ പോയി കിടന്ന് കാറും എല്ലാവരെയും വിളിച്ച് അപ്പോഴത്തേക്കും അവിടുന്ന് പിള്ളേർ ഒരുങ്ങി ഇങ്ങ് വരുന്നു. അപ്പോൾ പിള്ളേർ ഒരുങ്ങി വരുന്നത് കണ്ടപ്പോൾ വൈജ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയം രോഹിത്തും അവിടുന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ 3 പേരും ഒരുങ്ങി ഇറങ്ങി വരുന്നത്. അപ്പോൾ വൈജയ്ക്ക് ഇത് മനസ്സിലായില്ല. വൈജ ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴത്തേക്കും ബാലനും റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവർ 4 പേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. വൈജ ഇങ്ങനെ നോക്കുക, എല്ലാവരും കൂടെ എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ഔട്ടിങ്. ഔട്ടിങ്ങോ എന്നാത്തിന് എന്നും ചോദിച്ചു വൈജ. ചുമ്മാ വീട്ടിലിരിക്കുമല്ലേ, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേന്ന് ചോദിച്ചു ബബിത. ഒന്ന് ചുറ്റിയടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഈ ഉച്ച നേരത്തെ എന്നാ എൻ്റർടൈൻമെൻറ്റാ? അച്ഛൻ പറഞ്ഞു പഞ്ചാബി ഹൗസിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ച് തരാമെന്ന്, അതും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ ബബിത. അപ്പം ഞാനിവിടെ കഷ്ടപ്പെട്ട് വെച്ച് ഉണ്ടാക്കിച്ച കറിയും ചോറൊക്കെയോ അതാർക്കും വേണ്ടി അടിയെന്ന് ചോദിച്ചു വൈജ. അത് അമ്മയല്ലല്ലോ ഉണ്ടാക്കിയത്, സെർവൻ്റ് അല്ലേ ഉണ്ടാക്കിയത്. ആരായാലും ഇവിടെയുള്ളവർക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണല്ലോ. ഞങ്ങൾ പോയാലും അമ്മയും സുനിതേച്ചി ഉണ്ടല്ലോ, നിങ്ങൾ 2 പേരും കൂടെ നോക്കിയാൽ ഈസി ആയിട്ട് തീരാവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളെന്നടി ആനയാണോടി ഓരോ കുടുംബത്തിന് വേണ്ടി വെച്ചുണ്ടാക്കിയത് മുഴുവൻ തിന്നു തീർക്കാനെന്ന് ചോദിച്ചു വൈജ. അപ്പോൾ ബാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചോ, നമുക്ക് പിന്നെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു കൃഷ്ണ. ഇന്നിപ്പോൾ പുറത്തോട്ട് പോയി ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? ചോറും കറിയും എപ്പോഴാണെങ്കിലും കഴിക്കാമല്ലോ അമ്മേ. ബിരിയാണി അച്ഛൻ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പം അതങ്ങനെ വേണ്ടാന്ന് പറയുമെന്ന് ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ ഒരു ഓഫർ ഒന്നും തരാറില്ല, കിട്ടുന്ന ഓഫർ വേണ്ടാന്ന് വെക്കണമെന്ന് ചോദിച്ചു ബബിത. അപ്പോൾ രോഹി, നിനക്കും ബിരിയാണി കഴിക്കാൻ അത്ര കൊതിയാണോ എന്ന് ചോദിച്ചു വൈജ. ഇടയ്ക്കിടയ്ക്ക് നീ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ബിരിയാണി കഴിക്കത്തില്ലമ്മേ, എനിക്ക് കുഴിമന്തി മതിയെന്ന് പറഞ്ഞു രോഹി. ബാലേന്ദ്രൻ, ഇന്നൊരു ദിവസം മാത്രമേ കണ്ടുള്ളൂ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി സൽക്കരിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നൂണ് കഴിക്കണോ അതോ എൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നോ എന്ന് ചോദിച്ചു ബാലൻ. ഇന്നാണെങ്കിൽ ഞാൻ ഫ്രീയാ, ഇല്ലെങ്കിൽ അടുത്ത വർഷം സെപ്റ്റംബർ 18-ാം തീയതി ആവണം. അത് മതിയോ? അയ്യോ ഇന്ന് തന്നെ വേണം, മാറ്റമൊന്നും വേണ്ടാന്ന് പറഞ്ഞു ബബിത. എന്നാ ബാ പോവാം, നോക്കിയെന്നാൽ സമയം പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകണ്ടേന്ന് ചോദിച്ചു. വേണം മാറ്റണി സിനിമ. അപ്പോൾ അത് പിന്നെ ആലോചിക്കാം അച്ഛാ. ഇപ്പോൾ എവിടെ അച്ഛാ മാറ്റണി? 3 മണിക്കാ ഷോ ബബിത പറയുമ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ടാക്കീസും സിനിമയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, ബാ എന്നും പറഞ്ഞിങ്ങനെ ഇവരെയും വിളിച്ചുകൊണ്ട് പോവുക. ആ സമയത്ത് കൃഷ്ണ എന്നും ഞങ്ങൾ പോയിട്ട് വരാമേ, അപ്പോൾ ഓഫർ കിട്ടുമ്പോൾ റിജക്റ്റ് ചെയ്താലേ പിന്നെ കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൃഷ്ണ പോവുക. പിന്നാലെ രോഹിത്ത് ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ശരി പോയിട്ട് വരാവേ എന്ന് പറഞ്ഞോട് കൈകൊണ്ട് ഇങ്ങനെ ആങ്ങിയൊക്കെ കാണിച്ചിട്ട് അവരങ്ങ് പോയി. വൈജി ഇങ്ങനെ നോക്കി നിൽക്കുക. അയ്യോ അവരെല്ലാവരും പോയോ കൊച്ചമ്മേ? പോയി, എന്നോടുള്ള വാശിയാണ്, അതിനെ വിളിച്ചുകൊണ്ട് പോയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വൈജ നിൽക്കുമ്പോൾ ഇതെല്ലാം വേസ്റ്റായി പോകുമല്ലോ കൊച്ചമ്മേ, എല്ലായിടത്തും ഫ്രിഡ്ജിലോട്ട് വെച്ചോളാൻ പറഞ്ഞു വൈജ. അതിന് തണുപ്പിച്ച് പിന്നെ എടുത്ത് ചൂടാക്കി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ രുചി പോകും കൊച്ചമ്മേ, അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യാനാ എന്നും ചോദിച്ചുകൊണ്ട് അതിനോട് ചൂടായി. എന്നെ തോപ്പിക്കാൻ വേണ്ടി അച്ഛനും മക്കളും കൂടെ കച്ച കെട്ടി ഇറങ്ങിയേക്കല്ലേ, ഇതെല്ലാം കൂടെ ബാലി വരച്ച റോഡിലോട്ട് എറിയാനും എനിക്ക് തോന്നുന്നത്. അയ്യോ ഫ്രിഡ്ജിലോട്ട് വെക്കാം അല്ലേ, എന്നാന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വൈജ തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങ് പോയി. ആ പുള്ളിക്കാരിയാണ് ആ സാധനം എല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോണു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ മനുവിനെയാണേ. മനു ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മനുവിൻ്റെ ഫോണിലേക്ക് അലീനയുടെ കോള്. ഹലോ മനുവേട്ടാ, എവിടെ ഇപ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടല്ലോ. എവിടെ പോവാനാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചെറുക്കാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ സന്തോഷത്തോടെ അലീന ഇങ്ങനെ വിളിക്കുന്നു മനുവിന്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ 1 by 1 ആയിട്ട് പറഞ്ഞോളൂ. അപ്പം മനുവേട്ടന് സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമായിട്ട് വരുന്നു. കൊല്ലപ്പള്ളി കൈതയ്ക്കൽ മാളിക വീട്ടിൽ മനു ശങ്കരൻ മേനോനല്ലേ? അപ്പം മനു അവിടെ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ ഓർഡറുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഭൃത്യന്മാർ അതനുസരിക്കുന്നു. മിലിറ്ററി ബാക്കപ്പ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ തമ്മിൽ ഇണങ്ങിയോ? എങ്ങനെയുണ്ട്? അത്രയ്ക്ക് അങ്ങോട്ട് ഇണങ്ങിയിട്ടൊന്നും ഇല്ല മനുവേട്ടാ. അപ്പോൾ നിന്നോട് സ്നേഹമല്ലേ? സ്നേഹമൊക്കെ ഉണ്ട്, കുറേ ഇഷ്ടമൊക്കെയാ എന്നോട്. പക്ഷേ
അച്ഛനെ പോലെയല്ല എന്ന് അലീന പറയാട്ടോ. പിന്നെ ഞാൻ കമ്പയർ ചെയ്യാനൊന്നും അല്ല കേട്ടോ. ആ മിലിറ്ററിക്കാരൻ എപ്പോഴും മുന്നിൽ കയറി നിൽക്കും. അതിൻ്റെ പുറകിൽ സാക്ഷാൽ സ്റ്റാൻലി ജോസഫ്. എന്ത് പറഞ്ഞാലും ഒരു കമാൻഡിങ് പവറിലേ പറയത്തുള്ളൂ എന്ന കാര്യം അലീന പറയുമ്പോൾ അതേ മിലിറ്ററിക്കാരിൽ ആ ഒരു ഡിസിപ്ലിൻ, ആ സർവീസ് അതൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഓഫീസേഴ്സ് ആണെങ്കിൽ മാറ്റമേ ഉണ്ടാവില്ല. അവർ റിട്ടയർഡ് ആയാലും ആ ശീലം മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. ഗംഗാധരൻ അങ്കിൾ അങ്ങനെയാണോ മനുവേട്ടാ? അപ്പോൾ അങ്കിള് റിട്ടയർഡ് ആയിട്ട് കാലം കുറച്ചായില്ലേ, എന്നാലും ഡിസിപ്ലിനൊക്കെ കുറച്ച് കടുപ്പമാണ്. അല്ല, ഞാനും കേണലും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ പലതും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കേണലിനോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? അതിന് നിവർത്തികേട് വന്ന പിന്നെ എന്നാ ചെയ്യാനാ? എന്നാ പ്രശ്നം എന്നാ? അതാദ്യം പറയാൻ പറഞ്ഞു. ഒന്നാമത്തെ പ്രശ്നം കുടിയെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് കുടിയാ. രാവിലെ തുടങ്ങും പരിപാടി. പക്ഷേ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അത് നമുക്കറിയത്തില്ലല്ലോ മനുവേട്ടാ. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇൻറ്റേർണൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും നോക്കണ്ടേ. മദ്യം കഴിച്ചിട്ടില്ലാത്ത ബ്രിജിത്തമ്മ ലിവർ സിറോസിസ് വന്നിട്ടാണ് പോയത്. അപ്പോൾ ദിവസവും ഇങ്ങനെ കഴിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നീ പറഞ്ഞാൽ നിർത്തുമോ? ഇല്ലല്ലോ. പല സമരമുറകൾ വേണ്ടി വന്നേക്കും. ചിലപ്പോൾ ഞാൻ നിരാഹാരം വരെ നടത്തും. അപ്പോൾ വേണ്ട, അവനവൻ്റെ ആരോഗ്യം നശിപ്പിച്ചിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട കേട്ടോ. അതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ട. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് മനുവേട്ടാ. ഇവിടെ കുറച്ച് ജോലിക്കാരുണ്ട്. ശമ്പളം കൊടുക്കുന്നവരോട് യാതൊരു ആത്മാർത്ഥതയില്ല. എല്ലായിടത്തും അങ്ങ് കയറി അങ്ങ് ധാരാളിക്കുക. കിച്ചണെന്ന് പറയുന്നത് ഒരു കള്ളസങ്കേതം എൻ്റെ മനുവേട്ടാ. ഇവിടേക്ക് ആരാ വർക്ക് ചെയ്യുന്നത്? അതുതന്നെ 3-4 പേരുണ്ട്. പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം ആദ്യം നീ നിലയുറപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് മതി കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം പറയാൻ പിന്നെ വിട്ടുപോയി. കേണലിൻ്റെ പപ്പ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഔതക്കുട്ടി ചായൻ. ഞാൻ എവിടെ എത്തിയെന്നറിഞ്ഞ് എന്നെ തുരത്തി ഓടിക്കാൻ പാഞ്ഞു വന്നതാണെന്ന കാര്യം പറയുമ്പം എന്നിട്ടിപ്പം ഞങ്ങൾ 2 പേരും ഒരു ടീമാണെന്നൊക്കെ അലീന മനുവിനോട്. അത് കേട്ടപ്പോൾ മനുവിന് ഭയങ്കര ചിരി. അപ്പം മൂപ്പിലാനെ വളച്ച് നീ കുപ്പിയിലാക്കിയല്ലേ? അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ പേര് ചിന്നമ്മന്നാ. അപ്പോൾ കേണലിൻ്റെ അമ്മേ പാവം നേരത്തെ പോയി. ആ ചിന്നമ്മയുടെ തനി പകർപ്പാ ഞാനെന്നാ പറയുന്നതെന്ന് അലീന പറഞ്ഞു. അതിലവതക്കുട്ടി ചായനങ്ങ് വീണു എന്നൊക്കെ പറയുമ്പം അടിപൊളി. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് മനുവിന് അറിയാമോ? ചിന്നമ്മ മരണപ്പെട്ട 1 മാസത്തിനകത്ത് ഞാൻ ജനിച്ചു എന്നുള്ളതാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിന്നമ്മ നിൻ്റെ കൂടെ കയറി കാണുമായിരിക്കും. അതായിരിക്കും നിൻ്റെ സക്സസ് എന്ന് ഞങ്ങൾ വിചാരിച്ചതെന്നൊക്കെ പറയുമ്പം എൻ്റെ സക്സസ് എല്ലാം എൻ്റെ ബ്രിജിത്ത മമ്മിയല്ലേ എന്ന് ചോദിച്ചു അലീന. മമ്മിയുടെ ബാക്കിയിലാണ് എല്ലാവരും ഒന്നും അലീന പറയാട്ടോ. എല്ലാവരും എന്നും പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ ഓക്കെ അത് ഞാൻ സമ്മതിച്ചു. അപ്പം നീ മൗതക്കുട്ടി ചായനും കുളത്തൂർ പുഴ ഇനി പിടിച്ചെടുക്കാൻ പോവുമല്ലേ? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഓക്കെ ടേക്ക് കെയർ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാൻ നോക്കുമ്പം വിശേഷങ്ങൾ അടുത്ത കോളിൽ ഭായ് മനുവേട്ടാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അവിടെയും ഇവിടെയും ഇവരിങ്ങനെ രണ്ടുപേരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ബാലനും മക്കളും കൂടെ വീട്ടിലേക്ക് വരുന്നു. അവർ 4 പേരും കൂടെ വന്നു. നമ്മുടെ ബാലനും മക്കളും എന്തോ അലീനയെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ അലീന എന്തിനാണ് ഈ വീട്ടിൽ നിന്ന്? അവൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നമ്മളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറൊരിടത്തേക്ക് പോയതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമെന്നുള്ളതാണ് എൻ്റെ ധാരണ എന്ന് ബാലേട്ടൻ പറയുന്നു. അപ്പോൾ അതറിയാച്ചാന്ന് പറഞ്ഞു. നിങ്ങളുടെ അമ്മ ഇവിടെ തിരിച്ചു വന്നത് അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് അവളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മിഥ്യാധാരണയിൽ അവൾക്ക് കൈവിട്ട് പോയ ഒരു വീട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാനും. എൻ്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. നിങ്ങളാണ് അവൾക്കിപ്പോൾ യുദ്ധം നടത്താനും നടത്തിക്കാനുമുള്ള ആയുധമായി നിൽക്കുന്നതെന്ന കാര്യം ബാലൻ ഇങ്ങനെ മക്കളോട് പറഞ്ഞു. മക്കളിതിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.